ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു ബാബുരാജൻ. ഞാനിപ്പോൾ പോകുന്നത് ബർദുബയിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് വൈശാഖ മാസത്തിലെ വ്യാഴാഴ്ചയാണല്ലോ. അതുമാത്രമല്ല മുപ്പട്ട് വ്യാഴവും കൂടിയാണ്, അതായത് ഇടവ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ സാധാരണ ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ദുബൈയിലായത് കാരണം എനിക്ക് ഇവിടെ ഉള്ള അമ്പലത്തിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വ്യാഴാഴ്ച എനിക്ക് മുപ്പട്ട് വ്യാഴാഴ്ച പോയി തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അത് സാധിച്ചു. മോള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വന്നിട്ട് അവളെന്നെ കൊണ്ടുപോയി. അപ്പോൾ അവൾ ഫാസ്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്. എനിക്ക് അവളുടെ കൂടെ നടന്നെത്താൻ പറ്റില്ല, കാരണം അത്രയും സ്പീഡിൽ ഞാൻ നടന്നു കഴിഞ്ഞാൽ വീഡിയോ ഷേക്കായി പോകും. അത് കാരണം ഞാൻ കുറച്ച് സ്ലോയിലാണ് നടന്നുകൊണ്ട്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആ പോണ വഴികളിൽ, അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് പോകുന്ന വഴികളാണ് ഈ കാണുന്നത്. വഴികളിലുള്ള ആ കച്ചവടങ്ങൾ, ഓരോ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അതായത് ഡ്രസ്സായാലും കോസ്മെറ്റിക്സ് ആയാലും കുന്തിരിക്കം, കർപ്പൂരം, എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഒന്നുമില്ല കിട്ടാത്ത. കണ്ടോ, നല്ല നല്ല ചുരിദാർ പീസുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ പിടിച്ചിട്ട് പോയത് കാരണം എനിക്ക് അതൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. എങ്കിലും ഞാൻ കുറച്ചൊക്കെ ഒന്ന് നോക്കി തിരിച്ചു വരുമ്പം കയറി നോക്കാം എന്നുള്ള രീതിയിൽ, അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ പിടിച്ചിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സാവധാനത്തിൽ വീഡിയോ പിടിച്ച് എൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ അകത്തോട്ട് ഒക്കെ കയറുന്ന ആ ഒരു സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് കാണാൻ അറിയാലോ, കുറച്ച് പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ദേ കണ്ടോ, അമ്പലമാണ്, അമ്പലത്തിൻ്റെ വ്യൂ ആണ്. അമ്പലത്തിൻ്റെ അവിടോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ആ കോമ്പൗണ്ടിലോട്ട് പ്രവേശിച്ച് അതാണ് ഈ കാണുന്നത്. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ഒറിജിനലല്ല. പ്ലാസ്റ്റിക് ഒരുതരം തുണി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പൂക്കളാണ് കിടക്കുന്നതൊക്കെ. ഒറിജിനലും ഉണ്ട് അമ്പലത്തിൻ്റെ ആ ഒരു അകത്തോട്ടൊക്കെ ചെല്ലുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ചക്കരയും കൂടെ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈവനിങ് ഏകദേശം 7:30 ആയി കേട്ടോ. അപ്പോൾ ചക്കരയുടെ ഫ്രണ്ട് അശ്വതി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ 6 മണിക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വന്നിട്ട് നേരത്തെ വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. 6:30 മണിക്ക് അപ്പത്തൊട്ട് നമ്മൾ വിളിക്കുകയാണ്. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായി ഇറങ്ങാനായിട്ട്. അപ്പോഴേ അമ്പലം അടച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വന്ന് കണ്ട് തീർത്തിട്ടേ അമ്പലം അടയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മളവിടെ എത്തിയപ്പോൾ 7:40 ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്പലം അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് കണ്ടു തൊഴാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോഴും നമ്മൾ പോയ വഴിക്ക് ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് കണ്ട് അവിടെ കൊണ്ടുപോയി ചക്കര ഊരി അവിടെ ചെരുപ്പ് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചെരുപ്പും ഊരി അവിടെ സൂക്ഷിക്കാനായിട്ട് വെച്ചു. നോക്കിയപ്പം അശ്വതി അവിടെ ഇരുന്ന് മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിപ്പുണ്ട്. അമ്പലത്തിൽ കയറി തൊഴുതു അശ്വതി. എന്നിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വീണ്ടും തൊഴാൻ വിളിച്ചപ്പോൾ വരുന്നില്ല പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് പോയി കേട്ടോ. അമ്പലത്തിൻ്റെ അകത്തേക്ക് ഇതൊക്കെ ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ അവിടെ കിടക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ വന്ന് വാഷ് ബേസിന് പോയി കൈയൊക്കെ കഴുകി ഞാൻ കുറച്ച് കാലിലുമൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നേലേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി പടി കയറി മുകളിലോട്ട് പോകണം കേട്ടോ. അവിടെയാണ് ഭഗവാന്റെ സന്നിധി. ഇപ്പോൾ ചക്കരയാണ് വീഡിയോ പിടിക്കുന്നത്. ചക്കരേൻ്റെ പിന്നെ ഞാൻ കൈ കഴുകാൻ നേരം അവളയിലോട്ട് കൊടുത്താണ്. അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും എവിടെയായാലും എല്ലാ ചൈതന്യവും ഒന്നാണെന്ന് വിശ്വസിക്കാനല്ലേ പറ്റൂ നമുക്ക്. അതുകൊണ്ടിട്ട് തന്നെ ഇവിടെ വന്ന് തൊഴാനായിട്ട് സാധിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വൈശാഖ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും എനിക്ക് അമ്പലത്തിൽ വന്ന് തൊഴാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സമാധാനം. അത്ര തന്നെ ഗുരുവായൂരാണെങ്കിൽ എനിക്ക് നാട്ടിലായിരുന്നെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും, വൈശാഖ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴായിരുന്നു. പക്ഷെ സാധിച്ചില്ല. സാരമില്ല, ഭഗവാൻ നമ്മളെ മനസ്സിലാണല്ലോ. ഇവിടെ വന്ന് ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ ഭഗവാന്റെ അടുത്തെത്തി കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും പ്രവേശിപ്പിക്കില്ല. ഇത് അതിൻ്റെ പുറത്തുള്ള ഭാഗമാണ് കേട്ടോ. ഇവിടെ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ആവാം എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ചോദിച്ചിട്ടാണ് അവിടെ നിന്ന് വീഡിയോ പിടിച്ചത്. അല്ലെങ്കിൽ പിന്നെ അവരുടെ എന്താ പറയുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടിട്ട് നമ്മൾ അവിടെ നിൽക്കുന്ന അവിടെ പ്രസാദം തരാനായിട്ട് നിന്ന ആൾക്കാരോട് ചോദിച്ചിട്ടാണ് അവിടെ വീഡിയോ വെച്ചത്.
കണ്ടത് എനിക്ക് ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതെൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മെയിൻ പടമാണിത്. എൻ്റെ വീട്ടിൽ ഈ ഇത്തരത്തിലുള്ളൊരു കൃഷ്ണനെയാണ് വെച്ചിട്ട് ഞാൻ ആരാധിക്കുന്നത്. മെയിൻ പടം അതാണ്. അപ്പോൾ ആ ഒരു പടത്തിനെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭഗവാൻ കൂടെ ഉള്ളതുപോലെ തന്നെ ഫീൽ ചെയ്ത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കൃഷ്ണൻ്റെ അഷ്ടോത്തരിയൊക്കെ ചൊല്ലി പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കേസരി പോലൊരു സാധനമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അത് പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അത്. ഇവിടെ എല്ലാ അമ്പലത്തിലും പിന്നെ പുറത്ത് അമ്പലത്തിൻ്റെ പുറത്ത് പൂരിയും കറിയും ഒക്കെ അന്നദാനമൊക്കെ അതൊക്കെ നേരത്തെ കഴിഞ്ഞു എന്ന് അശ്വതി പറഞ്ഞു. അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ വരാൻ ലേറ്റായി പോയില്ലേ. നമ്മളിറങ്ങിയപ്പോൾ നമുക്ക് പാൽപ്പായസം കിട്ടി കേട്ടോ. നമ്മൾ പാൽപ്പായസമൊക്കെ കഴിച്ചു. പാൽപ്പായസ വിതരണം ഉണ്ടായിരുന്നു അവിടെ. ഭഗവാൻ പാൽപ്പായസം തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ വയ്ക്കാനായിട്ടൊരു തുളസി മേടിച്ചു. അവിടെ ആ തുളസി ഇഷ്ടംപോലെ തുളസി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു തുളസി മേടിച്ചു. തുളസി തറയും അവിടെ ഇരിപ്പുണ്ട്. അതിന് ഭയങ്കര ദറംസ് പറയുന്നു. 120 ദറംസൊക്കെ പറഞ്ഞു. അത് കാരണം നമ്മൾ മേടിച്ചില്ല. പിന്നെ അത് നല്ല വെയിറ്റും ഉണ്ട്. അത് ചുമന്നുകൊണ്ട് മെട്രോയിലൊക്കെ കയറി പോകാനായിട്ട് പാടാണ്. പിന്നെ പൈസ അവർ കൂടുതലാണ് പറഞ്ഞത്. പിന്നെ ബാർഗെയിൻ ചെയ്താൽ കുറച്ചൊക്കെ തരും. എങ്കിൽ വേണ്ട വെച്ചു കൊണ്ട്. പിന്നെ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു സമയം വരുമ്പോൾ പിന്നെ ഇതൊക്കെ ബുദ്ധിമുട്ടാവും ചുമന്നുകൊണ്ട് നടക്കാനായിട്ട്. നല്ല തുളസി ഉണ്ടായിരുന്നു. അതിലൊരു നല്ലൊരു തുളസി നോക്കിയിട്ടാണ് നമ്മളെടുത്തത്. അശ്വതി വെള്ളമൊക്കെ മേടിച്ച് ചക്കരയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അശ്വതി വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ കൊടുത്തു. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, എൻജോയ് ചെയ്തു. ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സർവ്വം കൃഷ്ണ.